അനുപമ മോനെ നഴ്സറി വിടാൻ പോയതായിരിക്കും അല്ലേ? അതെ അങ്കിളെ. അങ്കിൾ എപ്പോഴാ വന്നേ? ഞാൻ കുറച്ചു നേരമായി. ആ, അമ്മയെ കണ്ടില്ലേ? ആ, കണ്ടു. അതിനുശേഷം പുള്ളിക്കാരനായിട്ടൊന്ന് സംസാരിക്കായിരുന്നു മോളെ. ആഹാ. അച്ഛൻ എന്തു പറയുന്നു? അച്ഛനോ? അങ്ങനെയാണോ അനുപമ അയാളെ വിളിക്കുന്നത്? അതെ, ഇന്ദ്രേട്ടന്റെ അച്ഛനല്ലേ അദ്ദേഹം? അല്ല, അതൊന്നും ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ മോളെ. പിന്നെന്തിനാ നീ മാത്രം? അച്ഛൻ എന്നത് ഒരു സത്യമല്ലേ അങ്കിളെ? ആ സ്ഥാനത്തിന് വേറൊരു അംഗീകാരത്തിന്റെ ആവശ്യമുണ്ടോ? അല്ല, അതല്ല. കുടുംബത്തിനെ കൈയൊഴിഞ്ഞു പോയ ആളല്ലേ. ഇത്രയും കാലം തിരിഞ്ഞു നോക്കാതെ പെട്ടെന്നൊരു ദിവസം കയറി വന്നാ സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ വലിപ്പം പോലെ ഇരിക്കും. എന്നാലും അങ്കിളിനെ പോലെ ഒരാളിങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇന്ദ്രേട്ടന്റെ അച്ഛൻ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വിദേശത്ത് പോയി അവിടെ പെട്ടുപോയ ഒരാളാ. അതുപോലെ അല്ലെങ്കിലും അങ്കിളും ജീവിതത്തിൽ ഒരു തകർച്ച നേരിട്ട ആളല്ലേ? അല്ല, അതല്ല. അത് ബിസിനസ് പാർട്ട്ണർമാര് ചതിച്ചപ്പോ എനിക്ക് നാട് വിടേണ്ടി വന്നതല്ലേ അനു? അതെ, ബിസിനസ് തകർന്ന് പാപ്പരായ അങ്കിളിന്റെ കൂടെ അന്ന് കുടുംബം വന്നില്ലായിരുന്നെങ്കിലോ? അങ്കിളിനും എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരില്ലായിരുന്നോ? അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു അങ്കിൾ ഒടുവിൽ ഭാര്യയുടെ മക്കളുടെ അടുത്ത് എത്തുമ്പോഴേ അവര് തള്ളി പറഞ്ഞ എങ്ങനെയിരിക്കും? മോളെ അനു, നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ അവഗണനയുടെ വേദന നന്നായിട്ട് അനുഭവിച്ചാനാ ഞാൻ. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് ഈ വീട്ടുകാരുടെ ഒപ്പം നിൽക്കാനല്ലേ പറ്റൂ. എന്റെ മോളും കൂടി ജീവിക്കേണ്ട വീടല്ലേ ഇത്. പ്രതിഭയെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കണമെങ്കിൽ ഇയാൾ ഇവിടുന്ന് പോണോന്നാ സുശീല പറയുന്നത്. അതിന് സുശീലയല്ലല്ലോ പ്രതിഭ ഇവിടെ കല്യാണം കഴിച്ചോണ്ട് വന്നത്, സത്യനല്ലേ? അങ്കിള് സത്യനോട് സംസാരിച്ചോ? സത്യനോട് സംസാരിക്കേണ്ട താമസമേ ഉള്ളൂ. അവൻ പ്രതിഭയെ താലുമായിട്ട് ചെന്ന് കൂട്ടിക്കൊണ്ടുവരും. സുധാ, നീ ഇവളുടെ വാക്ക് കേട്ട് വല്ലതും ചെയ്താ നിന്റെ മോള് ജീവിതകാലം മുഴുവൻ നിന്റെ വീട്ടിലിരിക്കത്തേ ഉള്ളൂ. ചായ കുടിക്ക. എടി മരുമോളെ, നിനക്കാരെ വേണമെങ്കിലും അച്ഛനായിട്ടോ അമ്മയായിട്ടോ കാണാം. പക്ഷേ അയാളെ ബാക്കിയുള്ളവർ കൂടി അംഗീകരിക്കണമെന്ന് പറഞ്ഞാ അത് നടക്കില്ല. ഇവിടെ നടത്തിയെടുക്കാവുന്ന നീ കരുതുകയും വേണ്ട. അയ്യോ, എനിക്കങ്ങനെ യാതൊരു അത്യാഗ്രഹവും ഇല്ല. നല്ല കാര്യങ്ങളൊന്നും ചെയ്യാനേ അമ്മ ഒരിക്കലും അനുവദിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതാ കപ്പ്, ഞാൻ ഇറങ്ങാം. പിന്നെ ഇതൊന്നും ഉടനെ നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രതിഭയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിനെ കുറിച്ച് സുശീല ഗൗരവമായിട്ടൊന്ന് ആലോചിക്കണം. ആ, ഞാൻ ആലോചിക്കാം. ഇപ്പൊ സുധം പോ. ആ ശരി, ഞാൻ വന്നെന്ന് സത്യനോട് പറഞ്ഞേക്ക്. ഓ, പറഞ്ഞേക്കാം. ശരി എന്നാ. പാവം, കൈ വയ്യാതെ ആ തുണി മുഴുവൻ കല്ലിലിട്ട് അലക്കാൻ പോവാൻ തോന്നുന്നു. മോൾ ഇങ്ങോട്ട് വന്നത് നന്നായി. തുണിയലാക്കാനുള്ള സോപ്പൊടിയൊക്കെ കാണുമോ മോളെ? അതെ, അന്ന് കോടാലി പിടിച്ച് പൊട്ടിയ അച്ഛന്റെ കൈ ശരിയായോ? അതില് സോപ്പ് തട്ടിയ
ഇനി അത് വീണ്ടും വീണ്ടും കയറും.